മല്ലു ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. മല്ലു ടിപ്സിന് കഴിഞ്ഞ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മല്ലു ടിപ്സ് എന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സാൽമൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫിഷ് മോളി ഉണ്ടാക്കാം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വളരെ സ്വാദിഷ്ടമായ, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ആഹാരമാണ് ഫിഷ് മോളി. ഫിഷ് മോളി അപ്പവും അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് വെള്ളം ഊറും. അത്ര മനോഹരമായ ഒരു ഫുഡാണ് ഫിഷ് മോളി. അപ്പോൾ സാധാരണ ഫിഷ് മോളി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കരിമീൻ ഉപയോഗിച്ച് ഫിഷ് മോളി ഉണ്ടാക്കും, അല്ലെങ്കിൽ കിങ് ഫിഷ് ഉപയോഗിച്ച്, നെന്മീൻ എന്നറിയപ്പെടുന്ന കിങ് ഫിഷ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ഫിഷ് മോളി ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് മല്ലു ടിപ്സ് സാൽമൺ ഉപയോഗിച്ച് എങ്ങനെ ഫിഷ് മോളി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാൽമൺ UK-യിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഫിഷാണ്. പ്രത്യേകിച്ച് സീസണിലെ സാൽമൺ വളരെ സുലഭമാണ്. സ്കോട്ടിഷ് സാൽമൺ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സാൽമൺ വിഭാഗമാണ്. പ്രത്യേകിച്ച് രണ്ട് ടൈപ്പ് സാൽമൺ ഉണ്ട്. വൈൽഡ് സാൽമൺ ഉണ്ട്. വൈൽഡ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് ലഭിക്കുന്ന സാൽമൺ വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള സാൽമണാണ്. പക്ഷേങ്കിൽ നോർമൽ നമ്മളുടെ മാർക്കറ്റിൽ ലഭിക്കുന്നത് ഫാമിൽ നിന്ന് ലഭിക്കുന്ന സാൽമണാണ്. പക്ഷേങ്കിൽ വൈൽഡ് സാൽമൺ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. കിലോയ്ക്ക് വൈൽഡ് സാൽമന് 20 പൗണ്ടൊക്കെ വിലയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ലോക്കൽ ഫാമിൽ നിന്ന് കിട്ടുന്ന സാൽമൺ കിലോയ്ക്ക്, അതായത് മുഴുവനായിട്ട് വിത്ത് സ്കിന്നും ബോണും ഉൾപ്പെടെ ഏകദേശം 6 പൗണ്ടാണ് അതിൻ്റെ നോർമൽ കോസ്റ്റ്. അപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഫുൾ സാൽമൺ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആദ്യം തന്നെ നമ്മളത് എങ്ങനെയാണ് സാൽമൺ കട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്കറിയാൻ പറ്റും. സാൽമൺ എന്ന് പറയുന്നത് എപ്പോഴും വളരെ സോഫ്റ്റായിട്ടുള്ള ഫിഷാണ്. നമ്മൾ ഇപ്പോൾ കിങ് ഫിഷും അതുപോലെ മറ്റ് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഫിഷുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സോഫ്റ്റാണ്. പ്യുവർ റെഡിഷ് കളറാണ്, നല്ല അമേസിങ് കളറാണ്. അതിൻ്റെ ഫ്ലഷ് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മളൊരു ഫുൾ സാൽമൺ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സാൽമനെ എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കുന്ന. ആദ്യം തന്നെ അത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇൻസൈഡിൽ ബോണുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം, ബോണും ബോൺലെസ് ആയിട്ട് എടുക്കാം. പക്ഷേങ്കിൽ ഇന്നിവിടെ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബോൺ ഉൾപ്പെടെയാണ് എടുക്കുന്നത്. ആദ്യത്തെ ഭാഗം തന്നെ നമ്മളത് ആദ്യം ബോൺലെസ് ആയിട്ടുള്ളത് എടുത്ത് മാറ്റി വെക്കുന്നു. ആദ്യം അതിൻ്റെ ഹോൾ സാൽമൺ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തെടുക്കുന്നു. ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സാൽമൺ ശരിക്കും പറഞ്ഞാൽ അത് ഫ്രഷായിട്ട് വാങ്ങിച്ചതാണെങ്കിലും ഫ്രിഡ്ജിൽ എടുത്തുകൊണ്ടാണ് അത് അങ്ങനെ കാണുന്നത്. കാരണം നമ്മുടെ സ്കിൻ പീൽ ചെയ്യാനായിട്ട് ഇപ്പം ഫ്രോസൺ ആയിരിക്കുന്ന സാൽമണിൻ്റെ സ്കിൻ പീൽ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അതിന് സ്കിന്നിന് ഒട്ടും കട്ടിയില്ല. അപ്പം തീർച്ചയായിട്ടും അത് പീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ സാൽമൻ്റെ സ്കിന്ന് കറി ഉണ്ടാക്കാൻ, അതായത് കേരള സ്റ്റൈലോ ഇന്ത്യൻ സ്റ്റൈലോ അല്ലെങ്കിൽ ഉള്ള കറികൾ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ സാൽമൻ്റെ സ്കിൻ ഉപയോഗിക്കാറില്ല. കാരണം അതിന് വളരെ തിക്കായിട്ടുള്ള ചെതുമ്പലുണ്ട്. അതുകൊണ്ട് നമ്മളത് സ്കിൻ ഉപയോഗിക്കാറില്ല. ആദ്യം തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, സ്കിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അതിനിപ്പോൾ കാണുന്ന പോലെ തന്നെ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോണുണ്ട്. ആ ബോൺ നമ്മൾ കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ അതിനകത്ത് ബോണുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള ബോണല്ല, എന്നാലും വളരെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫിഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അതെങ്ങനെയാണ് അത് പീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് അതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ ഒന്ന് നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് അത് പീൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഒന്ന് രണ്ട് ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കത് പീൽ ചെയ്യാൻ സാധിക്കും. അത് അതിന് ശേഷം വാഷ് ചെയ്താൽ വളരെ സിമ്പിൾ. സാൽമൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലഷാണ്, ഒട്ടും കട്ടിയില്ല. വളരെ ഈസി ആയിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ സാധിക്കും. സോ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ഫിഷ് കറി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ സാൽമൺ എടുത്തതിന് ശേഷം അത് സ്ലൈസായിട്ട് അരിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു പ്രൊസീജിയർ സാധാരണ നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുകയാണ് ഫിഷ്. പക്ഷേങ്കിൽ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സാൽമൺ ബേക്ക് ചെയ്യാൻ പോകണം. സ്ട്രൈറ്റ് ഗ്രില്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യുകയാണ്. ഏകദേശം 10 മിനിറ്റ്സ് മാത്രം. വളരെ സോഫ്റ്റ് ഫ്ലഷ് ആയതുകൊണ്ട് 10 മിനിറ്റ് മാത്രമാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഓയിലും ടർമറിക്കും ഓയിലും പെപ്പറും ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അത് ജസ്റ്റ് അത് ബേക്ക് വെക്കുക. 10 മിനിറ്റ്സ് ബേക്ക് വെക്കുക. ഇപ്പം കൂട്ടുകാർ കാണുന്നത് പോലെ നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള മൺചട്ടിയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ അവൈലബിൾ ആണെങ്കിൽ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും സ്വാദിഷ്ടം. ശേഷം നമ്മൾ മസ്റ്റേർഡ് ഇടുക. മസ്റ്റേർഡ് നല്ലോണം ബോയിൽ ആയതിനു ശേഷം മസ്റ്റേർഡ് നല്ലോണം ബോയിലായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഗ്രീൻ ചില്ലി ഇടുക. ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്ത ഗ്രീൻ ചില്ലി ആയിരിക്കണം. ഗ്രീൻ ചില്ലി നല്ലോണം മൂത്തതിന് ശേഷം അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും സ്ട്രിപ്പ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും ഇട്ട് നല്ലോണം സോട്ടേ. ായിട്ട് 4
കൂട്ടങ്ങളാണ് ആവശ്യം. അതായത് ടർമറിക്ക്, ഗ്രീൻ ചില്ലി, ടർമറിക്ക്, കാശ്മീരി ചില്ലി, അതുപോലെ ഉലുവാപ്പൊടി, അതുപോലെ പെപ്പർ, കുരുമുളക് പൊടിച്ച പൊടി, അത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരുമാതിരി നല്ല ഒരു ഫ്ലേവർ എത്തുമ്പോഴത്തേക്കിന്, അതായത് ആ ഒരു നല്ല ഒരു ഫ്ലേവർ ആകുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സോൾട്ട് ഇടണം. സോൾട്ട് ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഇതിപ്പോൾ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം തേങ്ങാപ്പാൽ റെഡിമെയ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ ഒന്നാം പാല് നമ്മൾ സാധാരണ ഫിഷ് ബോൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കട്ടിയുള്ള പാല് ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഫിഷ് ഇത് കുക്കായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ പാല് തന്നെ, അല്ലെങ്കിൽ നമ്മൾ തിക്കായിട്ടുള്ള പാല് തന്നെ ഉപയോഗിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ലോ ഫ്ലെയിമിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ മസാലയെല്ലാം ബേണാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അല്പം ഹോട്ട് വാട്ടർ കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേവി കുറച്ചുകൂടെ ലഭിക്കും. അതിനുശേഷം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ബ്രിങ് ടു ബോയിൽ, അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. വൺസ് തിളച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മളിടയ്ക്ക് അതിൻ്റെ സോൾട്ട് ടേസ്റ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. കാരണം സോൾട്ട് ഒരു വളരെ അത്യാവശ്യം ഘടകമാണ്. നമ്മൾ ഏത് ഫുഡാന്ന് പറഞ്ഞാലും നമ്മൾ സോൾട്ട് ഇടുന്നതനുസരിച്ചാണ് നമ്മുടെ ഫുഡിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ സോൾട്ട് ആവശ്യത്തിന് ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫിഷ് ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 10 മിനിറ്റിന് മുകളിൽ തന്നെ നമ്മളത് ഫിഷ് ബേക്ക് ചെയ്യാൻ വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ബേക്ക് ചെയ്യുക. അത് തിരിച്ചിടേണ്ട, ഫിഷ് ഒരിക്കലും തിരിച്ചിടേണ്ട ആവശ്യമില്ല, സെയിം പൊസിഷൻ തന്നെ വെച്ചാൽ മതി. കാരണം ജസ്റ്റ് വളരെ സാൽമൺ സോഫ്റ്റ് ഫിഷ് ആയതുകൊണ്ട് അധികം നമ്മൾ നല്ല ഒരു ഏകദേശം മീഡിയം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ ഏകദേശം അത് ബേക്കാവും. പാർഷ്യലി കുക്ക് ചെയ്താൽ മതി, മുഴുവൻ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബേക്ക് ചെയ്തിരിക്കുന്ന ഫിഷ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്ന പോലെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബേക്ക് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫിഷിൻ്റെ സാൽമൺ നല്ല ഫാറ്റ് കണ്ടൻ്റ് ഉള്ളതാണ്. അത് നല്ലോണം ഓയിലി ഫിഷാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേക്കകത്ത് കാണാൻ സാധിക്കും നന്നായിട്ട് അതിൻ്റെ അകത്തിൽ നല്ലോണം ഫാറ്റ് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ലോണം ടേസ്റ്റ് നൽകുന്നതാണ് ആ ഫാറ്റ് കണ്ടൻറ്റ്. ആ ഫാറ്റ് കണ്ടൻറ്റ് കറക്റ്റ് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫിഷിനകത്ത് ഇടാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം അത് നല്ലോണം ഫിഷിനെ നല്ലോണം എൻറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വർദ്ധിക്കും. നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണുന്നത് പോലെ നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് മിക്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫിഷ് മോളിയൊക്കെ ഗസ്റ്റിനാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പൊടിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത തന്നെ, അതായത് സാൽമൺ സോഫ്റ്റ് ഫിഷ് ആയതുകൊണ്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത തന്നെ അധികം നമുക്ക് ഇത് പൊടിയാണ്ട് നമുക്കിത് സെർവ് ചെയ്യാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നമ്മളത് ആ ഒരു കാണുന്നത് പോലെ അല്പം പോലും ആ ഒരു ഫിഷ് പൊടിയുന്നില്ല, ശ്രദ്ധിച്ചാൽ അറിയാം. ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലെല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ബാക്കിയും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഗ്രേവി വെള്ളം ആവശ്യത്തിന് ചേർക്കുക. അപ്പം തേങ്ങാപ്പാൽ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ ആ തവി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഇത് പൊടിയാതെ അധികം നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ആ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൂടെ തവി ഒന്ന് മൂവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് പൊടിയാതിരിക്കും. അപ്പോൾ അത് പൊടിയാതെ പ്രത്യേകിച്ച് നമ്മൾ പതുക്കെ ലോ ടെമ്പറേച്ചറിൽ ഇടുക. ഈ സമയം നമുക്ക് തക്കാളി ആഡ് ചെയ്യാൻ പറ്റും. തക്കാളി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊരു പുളിപ്പ് നൽകുന്നതാണ്. പ്രത്യേകിച്ച് 2 ടൈപ്പ്, വലിയ തക്കാളി ആയാലും ചെറിയ തക്കാളി എന്ന് പറഞ്ഞാലും നല്ലോണം പുളിപ്പ് നൽകുന്ന കറിക്ക് നല്ലോണം ജസ്റ്റ് ഒരു പുളിപ്പൂടെ നൽകും. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് വർദ്ധിക്കാൻ സാധിക്കും.
സാധാരണ ഓപ്ഷനാണ്. നമുക്ക് കാഷ്നട്ട് ചിലപ്പം ചേർക്കാറുണ്ട്. കാഷ്നട്ടിൻ്റെ ആവശ്യമില്ല. കാഷ്നട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ കാഷ്നട്ട് ഇവിടെ നമ്മൾ ചേർക്കാതെയാണ് ചെയ്യുന്നത്. കാരണം നട്ട് അലർജിയുള്ള പല ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇവിടെ കാണുന്നത് പോലെ നമ്മളിടയ്ക്ക് ടേസ്റ്റ് ചെയ്യണം. കാരണം കറി ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൃത്യമായ രീതിയിൽ നമുക്ക് ഉപ്പ് ചേർക്കാൻ സാധിക്കും. നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ ഇപ്പം നമ്മൾ കറി ഇപ്പം പതുക്കെ തിളച്ച് വരികയാണ്. നമുക്ക് അതിൻ്റെ ആ ഫ്ലേവർ നമുക്കിപ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫ്ലേവർ. മസാലയൊക്കെ ആ ഒരു ഫിഷിനകത്തോട്ട്, കാരണം ഓൾറെഡി അത് ബേക്ക് ചെയ്തിരിക്കുന്ന കാരണം മസാല ആ ഫിഷിനകത്തോട്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ പിടിച്ച് കയറുകയാണ്. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഗ്രേപ്സ് ആഡ് ചെയ്യുക ഒരു ടേസ്റ്റിനായിട്ട്. അതുപോലെ നമ്മുടെ കോക്കനട്ട് എണ്ണ നമ്മൾ ഒരു ടോപ്പ് ലെയറായിട്ട് കോക്കനട്ട്